ഹലോ കൂട്ടുകാരെ, എൽ ഫോർ ലൈഫാണേ. അടിപൊളി ഈവനിങ് സ്നാക്കായിരുന്നു നമ്മൾ നോക്കുന്നത്. വീട്ടിലുള്ള സാധനമൊക്കെ മതി, കുറച്ച് ബ്രെഡ് ഉണ്ടെങ്കിൽ അത്, പിന്നെ നമ്മുടെ വീട്ടിലുള്ളതൊക്കെ മതി എന്ന്. ഭയങ്കര എളുപ്പമാണേ. അതിന് എന്നൊക്കെ വേണമെന്ന് ചോദിച്ചാൽ സവോള വേണം, ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, പച്ചമുളക് വേണം, കുറച്ച് ക്യാബേജ് വേണം, മല്ലിയില വേണം, വെന്തതോ വേവാത്തതോ അത് ബീഫോ ചിക്കനോ എന്തെങ്കിലും ആകാം കേട്ടോ. നമ്മൾ അടുപ്പിലൊരു പാൻ വെക്കുക, അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ഇടുക, നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. സോട്ട് ചെയ്ത് വരുമ്പോഴത്തേനും തന്നെ നമുക്ക് നമ്മുടെ സവോള ചേർക്കാം. സവോള ചേർത്ത് ഒന്ന് ഇളക്കി അതൊന്ന് നന്നായിട്ട് വഴലാൻ വേണ്ടി നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് നന്നായിട്ടത് ട്രാൻസ്ലൂസൻ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് പച്ചമുളക് ഇടാം. പച്ചമുളക് ഒന്ന് സോട്ട് ചെയ്ത് വന്ന് കഴിയുമ്പോഴത്തേനും തന്നെ ക്യാബേജ് ഇട്ട് കൊടുക്കാം. ക്യാബേജിൻ്റെ പച്ചച്ചോറ് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. സോട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത് റെഡിയായി വരും. അന്നേരത്തേന് നമുക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കണം, പിന്നെ ഗരം മസാല ചേർക്കണം. പിന്നെ ഒട്ടും മറന്നു പോകാതെ ചേർക്കേണ്ട സാധനമാണ് നമ്മുടെ പെരിഞ്ജീരകം. പെരിഞ്ജീരകത്തിൻ്റെ രുചി നമുക്ക് എപ്പോഴും ഭയങ്കര രുചി തരും. മുളക് പൊടി ഇടണം. ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പൊടികളുള്ളൂ. പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. വഴന്ന് വരുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ മീറ്റ് ചേർക്കാം. ഞാനിവിടെ വേവിക്കാത്ത മീറ്റാണ് ചേർക്കുന്നത്, മിൻസ്ഡ് മീറ്റാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഏത് മീറ്റ് വേണമെങ്കിലും ചേർക്കാം, വേവിക്കാത്തതാണെങ്കിലും വെന്താണെങ്കിലും ചേർക്കാം. ഞാൻ വേവിക്കാത്ത മീറ്റ് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കത് വെന്ത് വരേണ്ടതുകൊണ്ട് ഞാനത് മൂടി വെച്ച് അത് വേവിക്കുന്നത്. അപ്പം അതിനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങുന്നുണ്ട് വേവിക്കാത്തതായതുകൊണ്ട്. നിങ്ങൾ വെന്തതാണെങ്കിൽ ഇത്രയും മൂടി വെച്ച് വേവിക്കുകയൊന്നും വേണ്ട, അതൊന്ന് സോട്ട് ചെയ്തെടുത്തേച്ചാൽ മാത്രം മതി. പക്ഷേ അതിനകത്ത് വെള്ളം ഉണ്ടാവരുത്. നന്നായിട്ട് വെള്ളം ഡ്രൈ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ബ്രെഡ് സോക്കായി പോവും. അപ്പോൾ ഇതുപോലെ ഡ്രൈ ആയിട്ട് വരണം. എന്നാൽ ഉണങ്ങി അങ്ങ് പോകരുത്, ഒരു ജ്യൂസി പോലെ ഇരിക്കണം. എന്നാൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല. ആ വിധത്തിൽ നമുക്കിതിനെ നന്നായിട്ട് വഴറ്റി നന്നായിട്ട് റെഡിയാക്കി ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ച് തണുക്കാനായിട്ട് വെക്കാം. ആ തണുക്കാനായിട്ട് വെച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് അടുത്തായിട്ട് ആവശ്യം, നമ്മൾ 4 മീറ്റ് പോക്കറ്റ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് 8 ബ്രെഡാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പൊട്ടറ്റോ ക്രംസാണ്. നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, എന്താണെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മളൊരു മുട്ട എടുത്ത് ഇങ്ങനെ ബീറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ബ്രെഡ് എടുത്തിട്ട് ഒരു സ്ലൈസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലാസ് ഒന്ന് വെച്ച് അടയാളം വെക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ഈ മീറ്റ് കൃത്യമായിട്ട് അവിടെ തന്നെ ഇരിക്കണം. നമുക്ക് ആ ഷേപ്പ് ഉണ്ടാക്കുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഇതുണ്ടാക്കുക. അതിൻ്റെ മുകളിൽ മറ്റേ ബ്രെഡ് എടുത്ത് വെക്കുക, ഗ്ലാസ് എടുത്ത് വെക്കുക, ഒന്ന് തിരിക്കുമ്പം തന്നെ ഇത് ഈ ഷേപ്പിൽ ഇങ്ങനെ വരും. അങ്ങനെ അത് നമ്മുടെ മുട്ടയ്ക്കകത്ത് നമ്മൾ കട്ട്ലറ്റ് ചെയ്യത്തില്ല അതേപോലെ ചെയ്തിട്ട് ക്രം ചെയ്ത് വെക്കുക. ഇതേപോലെ ക്രം ചെയ്ത് വെക്കുക. ക്രം ചെയ്ത് എല്ലാം ഓരോന്നോരോന്നായിട്ട് ക്രം ചെയ്യുക. ഇവിടെ ഞാൻ 4 എണ്ണവും ക്രം ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം കണ്ടോ, ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേനും തന്നെ നമുക്കൊരു പാൻ എടുത്ത് അടുപ്പിലത്ത് വെച്ചിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ഈ ബ്രെഡ് പോക്കറ്റ്സ് എല്ലാം എടുത്ത് അതിനകത്തിട്ട് ഫ്രൈ ചെയ്യാം. ജസ്റ്റ് ലൈക്ക് കട്ട്ലറ്റ്. ഓക്കെ, പക്ഷേ കട്ട്ലറ്റിൻ്റെ അത്രയും സമയം വേണ്ട, കാരണം ഇത് ബ്രെഡാണ്, പെട്ടെന്ന് റെഡിയാവും. നമ്മുടെ സാധനങ്ങൾ അതിനകത്തെ സാധനം എല്ലാം വെന്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഒത്തിരി സമയം വേണ്ട. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും, ഗോൾഡൻ നിറം വരുമ്പോഴത്തേനും നമ്മൾ എടുത്തു മാറ്റി നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത് തുറന്ന് നമ്മളിങ്ങനെ പൊളിച്ച് നോക്കുമ്പോൾ അതിനകത്ത് നല്ല ജ്യൂസി ആയിട്ട് മീറ്റിൻ്റെ മസാല ഇരിക്കുന്നത് നമുക്ക് കാണാം. അത് നമുക്ക് സോസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മയോണൈസ് ഉപയോഗിച്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷനോടുകൂടി കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്, വളരെ രുചികരമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.